ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ PSC ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് +2 ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് കേട്ടോ. അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ബേസിക് ആയിട്ടുള്ള അറിവുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ നമ്മൾ 10th പഠിക്കുന്ന അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള അറിവുണ്ടായിരിക്കണം. ഈ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, nth ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്, അതുപോലെ തന്നെ നമ്മൾ സം കണ്ടുപിടിക്കുന്നത്, അതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അത് നിരന്തരമായി PSCക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ +2 ലെവലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർക്ക് നമുക്ക് 10ാം ക്ലാസ് ബേസിലുള്ള ചോദ്യങ്ങൾ അറിയാമായിരിക്കും, അല്ലെങ്കിൽ 10ാം ക്ലാസ് വളരെ നന്നായിട്ട് അറിയാമെന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ അറിയാമെന്നുള്ള ആൾക്കാർക്ക് ഈ ക്ലാസ് മാത്രം കണ്ടാൽ മതിയാവും. ഏറെക്കുറെയുള്ള കാര്യങ്ങളെല്ലാം അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നിന്നും നമുക്ക് വളരെ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ ഇതിൻ്റെ ബേസ് ഇല്ലാത്ത, അതിൻ്റെ അടിസ്ഥാനമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ടച്ച് വിട്ട് പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ പോലുള്ള ആൾക്കാർക്ക് ഞാൻ ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്ലാസ്സുകൾ കൂടി ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചോദിക്കുന്നു എങ്കിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളാണ്. അതുകൂടി ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആരംഭിക്കാമല്ലോ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഒരു വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നമുക്കൊന്ന് ഓടിച്ചു പോകാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് മനസ്സിലാക്കണം. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി, ഇപ്പോൾ 5, 10, 15 എക്സെട്ര ഇങ്ങനെ ഒരു സീരീസ് നമ്മൾ എഴുതിയിടുകയാണ് എങ്കിൽ ഇതിൻ്റെ ഒരു ഏതാണ് 5 എന്ന് പറയുന്ന ഒരു കോമൺ നമ്പർ ആഡ് ചെയ്താണ് പോകുന്നത്. ഈ ആഡ് ചെയ്ത് പോകുന്നതിനെ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറയാം? 5 എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 8, 12, 16 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ് ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സീരീസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് പോയിരിക്കുന്ന സീരീസിനെ നമുക്ക് എന്തെന്ന് പറയാം? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീരീസ് എന്ന് പറയാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനെ നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് പറയാം? 4 ആണെന്ന് പറയാം അല്ലേ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് എല്ലാ അരിത്തമെറ്റിക് സീക്വൻസിനും ഒരു nth ടേം ഉണ്ട്. എന്തുണ്ട്? nth ടേം ഓഫ് an അരിത്തമെറ്റിക് സീക്വൻസ്. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേമിനെ നമ്മൾ an എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? an. ഫസ്റ്റ് ടേം ഓഫ് an അരിത്തമെറ്റിക് സീക്വൻസിനെ a എന്നും, സെക്കൻഡ് ടേം a+d എന്നും, തേർഡ് ടേം എന്ന് പറയുന്നത് a+2d എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമല്ലോ? ഫസ്റ്റ് ടേം a എന്നും, സെക്കൻഡ് ടേം ഒരു കോമൺ ഡിഫറൻസ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം എന്നും, 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ടേം എന്നൊക്കെ പറയാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇത് ബേസ് ക്ലാസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ബേസ് ക്ലാസ് ഇത് മനസ്സിലാവാത്ത ആൾക്കാർ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആ ബേസ് ക്ലാസ് കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇനി ഫസ്റ്റ് ടേമിനെ a എന്ന് പറഞ്ഞു, വേണമെങ്കിൽ സെക്കൻഡ് ടേമിനെ നമുക്ക് a2 അല്ലെങ്കിൽ a1 എന്ന് പറയാം ഫസ്റ്റ് ടേമിനെ, തേർഡ് ടേമിനെ a3 എന്നും പറയാം, കുഴപ്പമില്ല, a4 അങ്ങനെയും നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിൽ പറയാം. a1, a2, a3, a4 അങ്ങനെയും നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ്. അല്ലെങ്കിൽ എക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം x1, x2, x3, x4 എന്ന് പറഞ്ഞാലും വിഷയമില്ല കേട്ടോ. നമ്മൾ അല്ലെങ്കിൽ T1, T2, T1, T2, T3 അങ്ങനെ പറഞ്ഞാലും വിഷയമില്ല. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ടേമുകൾ എന്നാണ് പറയുന്നത്. ഓരോ നമ്പേഴ്സിനെ നമ്മൾ അതിനെ പറയുന്നത് എന്താണ്? ടേമുകൾ എന്നാണ് പറയുന്നത്. അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ടേം a, സെക്കൻഡ് ടേം a+d, a+2d എന്നങ്ങനെ പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് nth ടേം ഓഫ് an അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേമിനെ പറ്റിയാണ് പറയുന്നത്. n-ാം പദം അല്ലെങ്കിൽ നമുക്ക് ബീജഗണിത വാചകം, ഓൾജിബ്രിക് എക്സ്പ്രഷൻ, ഏതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനും എന്തുണ്ട്? nth ടേം ഉണ്ട്, അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a+n-1 × d എന്നാണ്. a+
n-1 ഇൻറ്റു ഡി എന്നാണ്. എ പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷനും കൂടി നമ്മൾ പഠിച്ചു വയ്ക്കുക, എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷനും ഉണ്ട്. ഇങ്ങനെ രണ്ട് ഇക്വേഷൻസ് പറയാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിനെ കുറച്ചുകൂടെ എന്താണ് പ്രോബ്ലം കുറച്ചുകൂടെ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന ഇക്വേഷനാണ് ഈ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 5, 10, 15 5, 10, 15 5, 10, 15 എക്സെട്ര ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ് ഫൈൻഡ് nth ടേം അല്ലെങ്കിൽ n-ാം പദം ബീജഗണിത വാചകം ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറയുകയാണ് എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേം, ഇത് ഡി ആണ്, ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ് എന്നുള്ള കാര്യം അറിയാം. ഇനി നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് n-ൻ്റെയും 1-ൻ്റെയും വാല്യൂ ഒന്നുമില്ല. നമ്മൾ എയും ഡിയും മാത്രം എടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷനിലുള്ള വഴി ഒന്ന് നോക്കാം. എ എൻ ഈക്വൽ ടു ആദ്യം ഫസ്റ്റ് ടേം 5 പ്ലസ് n-1 എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ എന്താവും? 5 പ്ലസ് 5n-5 ഈക്വൽ ടു 5n. എന്താണ് ഈ 5 മൈനസ് 5 കൂടെ എന്തായി? 0 ആയിപ്പോയി. 5n ആണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം എന്ന് പറയാം. പക്ഷേ ഇതിന് നമ്മളൊരു എളുപ്പ വഴി നമ്മൾ ഫോളോ ചെയ്യുകയാണ്. എളുപ്പ വഴി നമ്മൾ ഫോളോ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഈ നമുക്ക് തന്നിരിക്കുന്ന ഈ 5, 10, 15 5, 10, 15 എന്ന് തുടങ്ങുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ nth ടേം നമ്മൾ പ്രോബ്ലം ചെയ്യാതെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കുക. എന്താണ് കോമൺ ഡിഫറൻസ്? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 5 ആണ്. 5 എഴുതി അതിൻ്റെ കൂട്ടത്തിൽ n ഇടുക. അപ്പോൾ കോമൺ ഡിഫറൻസിനോട് എന്തിടുക? n ഇടുക. എന്നിട്ടൊരു പ്ലസ് ഇടുക. അതിനുശേഷം ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്യുക. എന്താണ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്? 5 മൈനസ് 5 ഈക്വൽ ടു എന്തായിപ്പോവും? 0 ആയിപ്പോവും. അവശേഷിക്കുന്നത് 5n. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഏതാ എക്സാമ്പിൾ? 8, 12, 16 എക്സെട്ര ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് 8, 12, 16 എന്ന് തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് സീരീസ് ഉണ്ട്. ഇതിൻ്റെ nth ടേം അതായത് an എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതുന്ന മെത്തേഡ് നമുക്കറിയാം. a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷൻ, a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ an കണ്ടുപിടിക്കും. പക്ഷേ നമ്മളിവിടെ അതൊന്നും ആ ഇക്വേഷനൊന്നും അപ്ലൈ ചെയ്യാതെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് പറയുന്നത്. ആദ്യം ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 8, 12 ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് 4n എന്ന് പറയാം. എന്ന് പറയാം 4n. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുക. നമുക്ക് ഫസ്റ്റ് ടേമിൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ 8 മൈനസ് 4 ചെയ്യുമ്പോൾ 4 ആണ്. 4n പ്ലസ് 4 ആണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ എന്തെന്ന് പറയുന്നത്? nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ nth ടേം എന്താണെന്ന് പഠിച്ചു. നമ്മൾ ഇത്രയും നേരം ഇവിടെ വളരെ പെട്ടെന്ന് വളരെ ചുരുക്ക സമയം കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. ബേസ് എല്ലാം പറയുന്നതാണ്, വളരെ പെട്ടെന്ന് ഓടിച്ചു പോകുന്നതാണ്. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാനൊരു അരിത്തമെറ്റിക് സീരീസ് എന്താണെന്ന് പറഞ്ഞു. അതിൽ ഓരോന്നിനെയും നമുക്ക് ടേമുകൾ എന്ന് പറയാമെന്ന് പറഞ്ഞു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് എന്തെന്ന് പറഞ്ഞത്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ ഓരോന്നിനെയും നമുക്ക് ടേമുകൾ എന്ന് പറയാമെന്ന് പറഞ്ഞു. ടേമുകൾ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം ആണ് അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. nth ടേം നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തയിലേക്ക് പോകുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം തരികയാണ് എങ്കിൽ, ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ nth ടേം ദ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് തരികയാണ് എങ്കിൽ അതിൻ്റെ ടേമുകളും കോമൺ ഡിഫറൻസും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ഇപ്പൊ നോക്കിയോളൂ, ഇത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന nth ടേം. 4n പ്ലസ് 4 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 4n പ്ലസ് 4 നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്താണ്? നമ്മൾ പഠിച്ചു. d ആണ് ആദ്യം നമ്മൾ എഴുതിയെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയെന്ന് പറയാം? 4 ആണെന്ന് പറയാം. അരിത്തമെറ്റിക് സീരീസ് അല്ലെങ്കിൽ ആ പ്രോഗ്രഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് n മാറ്റി വയ്ക്കുന്നു, n ഒഴിച്ച് n മറച്ചു പിടിക്കുന്നു, ബാക്കിയുള്ള ചെയ്യുന്നു. 4 പ്ലസ് 4 ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേം a1 ഈക്വൽ ടു 8. അങ്ങനെയാണെങ്കിൽ a2 എന്തായിരിക്കും? അതിൻ്റെ കൂടെ ഫോർമുല ആഡ് ചെയ്ത് 12 എന്ന് പറയാം. a3 തേർഡ് ടേം എത്ര എന്ന് പറയാം? 16 എന്ന് പറയാം. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കിയാലോ. 3n പ്ലസ് 2 ആണ് ഒരു അരിത്തമെറ്റിക് സീരീസിൻ്റെ nth ടേം എന്ന് പറയുന്നത്.
അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാം. എന്നിൻ്റെ കോഎഫിഷ്യന്റ്, ദ കോഎഫിഷ്യന്റ് ഓഫ് എൻ എന്താണോ അത് തന്നെയാണ് അതിൻ്റെ കോമൺ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എത്രയെന്ന് പറയാം? 3 ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ 3 എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ടേം A1 നമ്മൾ എത്രയെന്ന് പറയും? A1 n മറച്ചു പിടിക്കുക, ബാക്കിയുള്ള ചെയ്യുക. 3 + 2 5. ഓക്കെ, ദെൻ A2 എന്താണ് സെക്കൻഡ് ടേം? 5 ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് കൂടുന്നു. എത്ര കിട്ടി? 8. ഓക്കെ, ദെൻ A3യിലേക്ക് പോകുന്നു. A3 എന്താണ്? 8 + 3 എത്രയാണ്? 8 പ്ലസ് നമ്മുടെ കോമൺ ഡിഫറൻസ് 8 + 3 എത്രയെന്ന് പറയാം? 11. അപ്പോൾ നമ്മുടെ സീരീസ് എത്രയാണ്? 5, 8, 11 എക്സെട്ര. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനും കിട്ടി, നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? nth ടേം എന്താണെന്ന് പഠിച്ചു, ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ആ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഒരു nth ടേം തന്നു കഴിഞ്ഞാൽ സീരീസ് എഴുതുന്നതിന് വേണ്ടി പഠിച്ചു. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. നമുക്ക് 3n - 1 ആണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ കോമൺ ഡിഫറൻസ്? 3 തന്നെ ആയിരിക്കും. ഫസ്റ്റ് ടൈം നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാം. ഫസ്റ്റ് ടൈം എത്രയായിരിക്കും? 3 - 1 എത്രയായിരിക്കും? 3 - 1 2 2 + 3 എന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു 5, വീണ്ടും 8, അങ്ങനെ അരിത്തമെറ്റിക് സീരീസ് പോകും. ഓക്കെ അല്ലേ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പോകും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ്. അപ്പോൾ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു, ഓരോന്നിനെയും ടേമുകളെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ nth ടേം പറഞ്ഞു. nth ടേം തരികയാണെങ്കിലോ, അതായത് ഓൾജിബ്രിക് എക്സ്പ്രഷൻ തരികയാണെങ്കിൽ സീരീസ് എഴുതുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ ആണല്ലോ? യെസ്. ഇതെല്ലാം ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ചെറിയൊരു ബന്ധം കൂടി നമ്മൾ പഠിക്കണം. ഒരു അരിത്തമെറ്റിക് സീരീസ്, ഇപ്പോൾ A, B, C are 3 കോൺസിക്യൂട്ടീവ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ തുടർച്ചയായിട്ടുള്ള 3 ടേമുകളാണ് എയും ബിയും സിയും. ഇതിനൊരു റിലേഷൻ ഉണ്ട്, അത് ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരാം. 10, 15, 20 ആർ ഇൻ അരിത്തമെറ്റിക് സീക്വൻസ്. അത് സ്വാഭാവികമായിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് നമുക്കറിയാം. ഇത് AP ആണ് എങ്കിൽ, ഈ 10, 15, 20 എന്ന് പറയുന്നത് AP ആണെങ്കിൽ അതിൻ്റെ റിലേഷൻ നമുക്ക് നോക്കാം. 10ഉം 20ഉം കൂടെ ആഡ് ചെയ്യാം. എത്ര കിട്ടും? 30 കിട്ടും. 30യുടെ പകുതി 30/2 ആണ് എന്ന് പറയുന്നത് ഈ മിഡിൽ ടേം എന്ന് പറയുന്ന 15. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറയാം? ABC are 3 കോൺസിക്യൂട്ടീവ് ടേം ഓഫ് ആൻ AP. ഒരു APയുടെ തുടർച്ചയായിട്ടുള്ള 3 ടേമുകളാണ് ഏതെന്ന് പറയുന്നത് എയും ബിയും സിയും എങ്കിൽ നമുക്ക് നോക്കാം എന്താണ് റിലേഷൻ. A + C/2 ആണ് ഏത്? ബി എന്ന് പറയാം. ബി. ഓക്കെ, അതായത് എയും സിയും തമ്മിൽ ആഡ് ചെയ്തിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും എന്നൊക്കെ പറയാം. ഓക്കെ, ഇത് അതിൻ്റെ അടുത്തൊരു റിലേഷനാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ സം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എന്താണ് സമ്മിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊരു അരിത്തമെറ്റിക് സീരീസ് അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് തന്നു കഴിഞ്ഞാലും നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി പഠിക്കുന്നു. സമ്മിന് നമ്മൾ പറയുന്നത് SN എന്നാണ് പറയുന്നത്. എന്താണ്? സം ഓഫ് n ടേം എന്നാണ് പറയുന്നത്. SN എന്നാണ് പറയുന്നത്. SN സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n/2 × 2a + n - 1 × d. ഇതൊക്കെ നമ്മൾ 10ാം ക്ലാസ്സിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. ദ സം ഓഫ് n ടേം ഓഫ് an arithmetic sequence ഈക്വൽ ടു n/2 × 2a + n - 1 × d. ഇതിൽ 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a എന്താണ്? a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേം ആണ്, d എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ് എന്നുള്ള കാര്യവും എന്ത് ചെയ്യരുത്? മറക്കരുത്. അപ്പോൾ നമ്മൾ സം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം, ഉറപ്പായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയണം. ഒരു അരിത്തമെറ്റിക് സീരീസിൻ്റെ ഏതെങ്കിലും 2 ടേമുകൾ നമുക്ക് തരികയാണ്. ഇപ്പോൾ ഫിഫ്ത്ത് ടേം ഈസ് 30. Fifth term is 30. Then 10th term is 60. അപ്പോൾ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ 5th ടേം 30 എന്നും 10th ടേം 60 എന്നും തരികയാണെങ്കിൽ പല ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാം. ഒരു ചോദ്യം മാത്രം ഞാൻ പറയാം. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ്. എന്ത് കണ്ടുപിടിക്കാൻ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നു എങ്കിൽ നമുക്ക് പല രീതികളുണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ. നമുക്ക് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസിൽ നമുക്ക് ചെയ്യാം.
എന്താണ് എന്താണ് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ മറന്നു പോകണ്ട. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീരീസ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ 5th ടേമും 10th ടേമും നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ 5th അല്ലെങ്കിൽ ഏതെങ്കിലും 2 ടേമുകൾ നമുക്ക് തരികയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേം ഡിഫറൻസ് ബൈ ടേം പൊസിഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്ക്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് കിട്ടും. അല്ലാതെയും ഒരു മെത്തേഡ് കൂടിയുണ്ട്, അത് നമുക്ക് വഴിയേ പറയാം, അത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമുക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പല രീതിയിൽ അല്ലെങ്കിൽ പല തവണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. +2 ലെവലിലുള്ള പല പരീക്ഷകൾക്കും നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ചോദ്യം, കൺസിഡർ 2 അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ, അല്ലെങ്കിൽ കൺസിഡർ 2 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഗിവൺ ബിലോ. നമുക്ക് 2 അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 11, 19, 27 എന്ന് തുടങ്ങുന്ന ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനും അതുപോലെ തന്നെ 50, 55, 60 എക്സെട്ര എന്ന് തുടങ്ങുന്ന മറ്റൊരു സീരീസും. 2 സീരീസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഇതിന്റെ ചോദ്യം എന്ന് നോക്കാം. ഈസ് ദെയർ എ കോമൺ നമ്പർ ടു ദി സീക്വൻസ് അറ്റ് എ സെയിം ടേം പൊസിഷൻ? അപ്പോൾ ഒരു ചോദ്യമേ ഞാൻ ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൂ. സെയിം ടേം പൊസിഷനിൽ ഒരേപോലത്തെ ടേം ഉണ്ടോ എങ്കിൽ, ഇഫ് യെസ് ഫൈൻഡ് ദ ടേം പൊസിഷൻ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ ടേം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? കൺസിഡർ 2 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. നമുക്ക് 2 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് 11, 19, 27 എക്സെട്ര ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സീരീസ് എന്ന് പറയുന്നത്, സെക്കൻഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് 50, 55, 60 എന്നാണ്. അങ്ങനെ 2 പ്രോഗ്രഷൻ ഉണ്ട്. പക്ഷെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഈസ് ദെയർ എ കോമൺ നമ്പർ ടു ദീസ് സീക്വൻസ് അറ്റ് സെയിം ടേം പൊസിഷൻ? ഒരേ ടേം പൊസിഷനിൽ ഒരേ ടേമുകൾ അല്ലെങ്കിൽ സെയിം വാല്യൂ ഉള്ള ടേമുകൾ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 20ാമത്തെ ടേം 2 അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും 20ാമത്തെ ടേം 100 ആണോ, 100 ആയി വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമൺ നമ്പർ ആയി വരാൻ സാധ്യതയുണ്ടോ? ഇഫ് യെസ് ഉണ്ട് എങ്കിൽ ഫൈൻഡ് ദ ടേം പൊസിഷൻ. ടേം പൊസിഷൻ എന്താണ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഫൈൻഡ് ടേം ഞാൻ ആഡ് ചെയ്തതാണ്. ഓക്കെ, യെസ്. നമുക്കിത് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ടേം പൊസിഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ട് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും ടേമുകൾ ഇങ്ങനെ എഴുതി പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരേപോലത്തെ അല്ലെങ്കിൽ ഒരേ പദസ്ഥാനത്ത് വരുന്ന ടേം ഉണ്ടെങ്കിൽ എഴുതാം എന്നുള്ള ഒരു വഴിയല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 സീരീസുകളാണ്. ഒന്ന് 19, 27. അപ്പോൾ നമ്മുടെ സീരീസ് 11, 19, 27 എക്സെട്ര ആർ ഇൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ളതാണ്. കോമൺ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇത് നോക്കിക്കൊണ്ട് നമ്മൾ ഇതിൻ്റെ nth ടേം എഴുതുക. നമ്മൾ പഠിച്ചു an എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നോക്കിക്കൊണ്ട് an എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചു. അതായത് nth ടേം എഴുതാൻ വേണ്ടി നമ്മൾ പഠിച്ചു. നമുക്കറിയാം ആദ്യം കോമൺ ഡിഫറൻസ് അല്ലേ, 11, 19. സ്വാഭാവികമായിട്ട് കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് മനസ്സിലായി. നമുക്ക് 8 ആണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ എന്ത് ചെയ്തു? 8n പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേം 11 മൈനസ് കോമൺ ഡിഫറൻസ് 8 ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. ഒന്നാമത്തെ അരിത്തമെറ്റിക് സീക്വൻസ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ എന്ത് കിട്ടി? ഒന്നാമത്തെ AP-യുടെ എന്ത് കിട്ടി? nth ടേം കിട്ടി. ഇനി സെക്കൻഡ് പ്രോഗ്രഷൻ 50, 55, then 60 എക്സെട്ര. an എഴുതാൻ പോകുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിനെ d മനസ്സിലാക്കുന്നു. d എന്ന് പറയുന്നത് 5 ആണ്. 5n എഴുതി, പ്ലസ് ഇട്ടു. 50 നിന്ന് 5 മൈനസ് ചെയ്തു, 45. രണ്ടിൻ്റെയും an കിട്ടി അല്ലേ. ഒരേ ടേം പൊസിഷനിൽ ടേം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ ഈ 2 an-കൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. 2 an-കൾ തമ്മിൽ പരസ്പരം ഇക്വേറ്റ് ചെയ്യാം. നോക്കാം.
AN. ഒന്നാമത്തെ AN ഇവിടെ ഉണ്ട്. ഇത് ഒന്നാമത്തെ AN ആണ്. രണ്ടാമത്തെ AN കൂടെ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്താൽ മതി. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്നിന്റെ വില നാച്ചുറൽ നമ്പർ വരുന്നു എങ്കിൽ എന്തായിരിക്കും? ഒരേ ടേം പൊസിഷനിൽ ടേം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം 8n + 3 = 5n + 45. ഒരു കാര്യം ചെയ്യാം, എന്നിനെ എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 8n ഉണ്ട്, ദെൻ -5n ആയി = 45 ഉണ്ട്. ഇത് അപ്പുറത്ത് പോകുമ്പോൾ -3 ആകും. ഇനി 8n - 5n നമുക്കറിയാം 3n ആണ്, = 42 ആണെന്ന് പറയാം. ദെൻ n = 42/3 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടും. നോക്ക, n നാച്ചുറൽ നമ്പർ വന്നു. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഈ രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെയും ഈ രണ്ട് APയുടെയും 14ാമത്തെ ടേം സെയിം ആണ് എന്ന് പറയാം. നമുക്ക് സംശയം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് പ്രോഗ്രഷൻ്റെയും 14ാമത്തെ ടേം ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഒന്നാമത്തേതിൻ്റെ 14ാമത്തെ ടേം AN = 8n + 3 ആണ്. അപ്പോൾ 14ാമത്തെ ടേം കണ്ടുപിടിക്കാൻ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 14 കൊടുത്താൽ മതി. അപ്പോൾ 8 × 14 + 3 80 8 4 32 112 115 എന്ന് കിട്ടി. രണ്ടാമത്തേലും കൂടെ നോക്കാം. രണ്ടാമത്തെ AN എന്ന് പറഞ്ഞ എന്താണ്? AN = 5n + 45. 5 × 14 + 45 നോക്കാം, എത്ര കിട്ടും? 50 70 70 70 + 45 = 115. കണ്ടില്ലേ? ഈ രണ്ട് അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും 14ാമത്തെ ടേം, അതായത് 14th ടേം എത്രയെന്ന് പറഞ്ഞു? 115 എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഏതെങ്കിലും രണ്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, രണ്ട് AP നമുക്ക് തന്നതിന് ശേഷം അതിലെവിടെയെങ്കിലും സെയിം ടേം പൊസിഷനിൽ സെയിം ടേമുകൾ അല്ലെങ്കിൽ എന്താണ് കോമൺ നമ്പർ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? കോമൺ നമ്പർ വെറുതെ കോമൺ നമ്പർ വരുമോ ഇല്ലയോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. സെയിം ടേം പൊസിഷനിൽ കോമൺ നമ്പർ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ടേം പൊസിഷനോ ടേമോ ഒക്കെ ചോദിക്കുകയാണ് എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റെപ്പ് ഒന്നുകൂടി ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് പ്രോഗ്രഷൻ്റെയും AN കണ്ടുപിടിക്കുക, nth ടേം കണ്ടുപിടിക്കുക. nth ടേം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. എന്തിലേക്കാണ് പോകുന്നത്? രണ്ട് ടേമിൻ്റെയും nth ടേമുകൾ പരസ്പരം ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിൻ്റെ വില കിട്ടും, എന്നിൻ്റെ വില കിട്ടും. ഈ എന്നിൻ്റെ വില നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്നിൻ്റെ വില നാച്ചുറൽ നമ്പർ വരുന്നു എങ്കിൽ സെയിം ടേം പൊസിഷനിൽ കോമൺ നമ്പർ ഉണ്ട്, കോമൺ ടേം ഉണ്ട്. അപ്പോൾ ആ എന്നിൻ്റെ വില നമ്മൾ ഏതെങ്കിലും ഒരു nth ടേമിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്നി കൊടുത്താൽ മതി, ഏതെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്വാഭാവികമായിട്ട് നമുക്ക് ആ ടേമും കിട്ടും. ചെയ്ത സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? ആലോചിച്ച് നോക്കിയേ, സ്റ്റെപ്പ് ക്ലിയർ അല്ലേ? നന്നായിട്ട് മനസ്സിലായില്ലേ? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് ഞാൻ ഇപ്പോഴേ പറയുന്നു, നമ്മൾ ഇതിൻ്റെ ബേസ് ക്ലാസ്സുകൾ 1 2 3 4 5 പാർട്ടോളം ഉണ്ട്, 5 ക്ലാസ്സോളം. അതിലൊരു 4 ക്ലാസ്സുകളെങ്കിലും, 5ാമത്തെ ക്ലാസ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളൊരു 4 ക്ലാസ്സുകളെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ബേസായിട്ട് നിങ്ങൾ കണ്ടിരിക്കണം. കണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഫലിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇന്ന് ഞാൻ ഈ പറയുന്ന ചോദ്യങ്ങളെല്ലാം ആയിരിക്കും, അതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. യെസ്, അടുത്ത ഒരു ചോദ്യം വീണ്ടും നോക്കിയേ. ഒരു അരിത്തമെറ്റിക് സീരീസ്, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ഒരു സീക്വൻസ് നമുക്ക് തരുന്നു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് തരുന്നത്. സീക്വൻസ് തന്നിരിക്കുന്നത് സീരീസ് എന്ന് പറയാൻ പാടില്ലെന്നാണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 17/7, 20/7, 23/7 എക്സെട്ര. അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട് നമുക്ക്. ആ സീക്വൻസ് ഇവിടെ തന്നിരിക്കുകയാണ്. AP ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. 2 ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഇത് ഞാൻ വെറുതെ നിങ്ങൾക്ക് ഞാൻ ഇട്ടെന്ന ചോദ്യമാണ്. ഇത് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. ഇതിന്റെ ചോദ്യം, റൈറ്റ് ദ സീക്വൻസ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് ഇൻ ദ എബോവ് ഗിവൺ സീക്വൻസ്. നമുക്ക് തന്നിരിക്കുന്ന ഇത് മൊത്തം ഫ്രാക്ഷൻ അല്ലേ? ഈ ഫ്രാക്ഷനിൽ നിന്ന് എന്താണ്
കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ട് എങ്കിൽ ആ കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സീരീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ആ സീക്വൻസ് ഒന്ന് എഴുതാം. 17/7, 20/7, then 23/7. ആദ്യത്തെ സ്റ്റെപ്പ് ഈ പ്രോഗ്രഷൻ്റെ ഈ സീക്വൻസിൻ്റെ എന്ത് ടേം എഴുതുക എന്നുള്ളതാണ്. an കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ an കണ്ടുപിടിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കിതിൻ്റെ d മനസ്സിലാക്കണം. d എത്രയാണ്? ഫ്രാക്ഷനാണ് തന്നിരിക്കുന്നത്. 20/7 മൈനസ് 17/7 നമുക്ക് ചെയ്തു നോക്കുമ്പോൾ 3/7 എന്ന് കിട്ടും. യെസ്, 3/7 കൂടെ n ഇട്ടു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് ടേമിൽ നിന്ന് d മൈനസ് ചെയ്യുക. ഫസ്റ്റ് ടേം നമുക്കറിയാം. ഫസ്റ്റ് ടേം 17/7 നിന്ന് ഞാൻ എന്ത് ചെയ്തു? 3/7 ആയ d മൈനസ് ഇപ്പോൾ എനിക്ക് 14/7 കിട്ടി. ഓക്കെ, പ്ലസ് 14/7. അടുത്ത സ്റ്റെപ്പ് 3/7n. ഈ 14/7 നമുക്ക് +2 എന്ന് പറയാമല്ലോ. എനിക്ക് an കിട്ടിയേ, ഈ സീക്വൻസിൻ്റെ an കിട്ടിയേ 3/7n + 2 എന്ന് കിട്ടി. അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ an nth ടേം ഞാൻ എഴുതി. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നോക്കണം. ഇത്തരത്തിൽ ഇതോരണം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകേണ്ട എന്താണ്? ഇതിനകത്ത് കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. നമുക്കിങ്ങനെ എഴുതി പോകാൻ പറ്റുമോ? കൗണ്ടിങ് നമ്പേഴ്സ് എപ്പോഴെങ്കിലും വരുമോ എന്ന് എഴുതി പോകാൻ പറ്റുമോ? ഇല്ല. കൗണ്ടിങ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ചെറിയൊരു ഞുണുക്ക് വിദ്യയുണ്ട്. ആ വിദ്യ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. നമ്മൾ നോക്കണം ഇതിനകത്ത് കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് കൗണ്ടിങ് നമ്പേഴ്സ് ഉണ്ടോ എന്ന് നോക്കാൻ n ഇല്ലാത്ത ടേം, n ഇല്ലാത്ത സാധനം നാച്ചുറൽ നമ്പർ ആണോ നോക്കുക. n ഇല്ലാത്ത സാധനം നാച്ചുറൽ നമ്പർ ആണല്ലോ, ആണ്. ഇനി ദ കോഎഫിഷ്യന്റ് ഓഫ് n എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ആയിരിക്കും. ആ ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം കോഎഫിഷ്യന്റ് ഓഫ് n-ന്റെ ഡിനോമിനേറ്റർ 7 ആണ്. 7 ആൻഡ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 7 നമ്മൾ എടുക്കുക. ഇപ്പോൾ ആക്ച്വലി നമുക്കിവിടെ an കിട്ടി. നമ്മളിതാ a എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ എഴുതി പോകുമ്പോൾ ഏതെങ്കിലും ടേമുകൾ നാച്ചുറൽ നമ്പർ വരുമല്ലോ. ഏതെങ്കിലും നമ്പർ നാച്ചുറൽ നമ്പർ വരാൻ സാധ്യത ഉണ്ടല്ലോ. വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത്തെ സംഖ്യ, അതായത് n ഇല്ലാത്ത ടേം നാച്ചുറൽ നമ്പർ ആണോ അല്ലേ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷേ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? an ഈക്വൽ ടു നമുക്ക് an ഇവിടെ കിട്ടി. നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n-ന്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കണ്ടല്ലോ, അതിൻ്റെ ഡിനോമിനേറ്റർ ആൻഡ് ദ മൾട്ടിപ്പിൾസ് ഓഫ് എന്താണ് 7. ഫസ്റ്റ് a7 കണ്ടുപിടിക്കുക. ഈ 7th ടേം കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 7 എവിടെ നിന്നാണ് എടുത്തത്? n-ന്റെ കോഎഫിഷ്യൻ്റ് അതിൻ്റെ ഡിനോമിനേറ്ററും അതിൻ്റെ മൾട്ടിപ്പിൾസും ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 3/7 ഇൻറ്റു 7 + 2. 7 ക്യാൻസൽ ആയിപ്പോയി. 3 + 2 എത്ര കിട്ടി? 5. ഈ സീരീസ് ഇങ്ങനെ എഴുതി പോകുമ്പോൾ 7ാമത്തെ ടേം എന്ത് വരും? കൗണ്ടിങ് നമ്പർ വരും. എന്നാൽ അടുത്ത കൗണ്ടിങ് നമ്പർ കൂടി ഒന്ന് കണ്ടുപിടിക്കാം. അടുത്ത കൗണ്ടിങ് നമ്പർ എത്രയാണ്? a. ഇവിടെ 7 ചെയ്താൽ അടുത്ത ഏത് ചെയ്യണം? 7ന്റെ അടുത്ത മൾട്ടിപ്പിൾ 14 ചെയ്യണം. നോക്കാം, 14th ടേം കണ്ടുപിടിച്ച് നോക്കാം. 3/7 ഇൻറ്റു 14 + 2. നോക്കാം, ഇതും വെട്ടിപ്പോയപ്പോൾ 2 കിട്ടി. 3 × 2 6 + 2 എത്രയെന്ന് കിട്ടി? 8 അല്ലേ? ഒരു ടേമും കൂടെ കണ്ടുപിടിച്ചാലോ? a21 കണ്ടുപിടിച്ച് നോക്കാം. 21st ടേം അല്ലേ? 21st നോക്കാം. 3/7 ഇൻറ്റു 21 + 2 നോക്കാം. നമുക്ക് വെട്ടി പോകുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 3 കിട്ടും അല്ലേ? 3 × 3 9 + 2 = 11. നമുക്ക് കിട്ടിയ സീരീസ് ഒന്ന് എഴുതി നോക്കിയാലോ? 7ാമത്തെ ടേം 5. ഓക്കെ, ദെൻ 14th ടേം 14ാമത്തെ ടേം 8. ദെൻ 21ാമത്തെ ടേം 11.
ഇതായിരിക്കും ഇതിനകത്തുള്ള കൗണ്ടിങ് നമ്പേഴ്സ്. ഈ 7ന്റെ മൾട്ടിപ്പിളിൻ്റെ പൊസിഷനിൽ വരുന്നത് മാത്രമേ ഇതിനകത്ത് കൗണ്ടിങ് നമ്പേഴ്സ് ആകത്തുള്ളൂ. അപ്പോൾ ചെയ്ത സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഫ്രാക്ഷൻ തന്നു, ഫ്രാക്ഷൻ്റെ സീക്വൻസ് ആണ് തന്നത്. ഫ്രാക്ഷൻ്റെ ഒരു സീക്വൻസ് നമുക്ക് തന്നതിന് ശേഷം അത് AP ആണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിൻ്റെ nth ടേം കണ്ടുപിടിച്ചു. nth ടേം എളുപ്പ വഴി കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. nth ടേം കണ്ടുപിടിച്ചതിന് ശേഷം ന്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ നമ്മൾ നോക്കുന്നു. ഡിനോമിനേറ്റർ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അതും അതിൻ്റെ മൾട്ടിപ്പിൾസും എടുക്കുന്നു. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഈ 14/7 കണ്ടില്ലേ? 14/7 ഈ നോക്കേ, ഇവിടെ +2 ആണ് കിടക്കുന്നത്. കണ്ടില്ലേ? n ഇല്ലാത്ത ടൈം എത്രയാണ് കിടക്കുന്നത്? നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മാത്രമേ അതിനകത്ത് കൗണ്ടിങ് നമ്പേഴ്സ് കാണത്തുള്ളൂ. n ഇല്ലാത്ത ടേം ഏതാണ്? നാച്ചുറൽ നമ്പർ ആണെങ്കിൽ മാത്രമേ അതിനകത്ത് എന്ത് കാണത്തുള്ളൂ? കൗണ്ടിങ് നമ്പേഴ്സ് കാണത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി ആലോചിച്ചോണം. ഓക്കെ, പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.